പ്രതിപക്ഷമില്ലാതെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ 6 മാസത്തിലൊരിക്കൽ വികസന സഭ സംഘടിപ്പിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത് നടത്തേണ്ടത്. മലപ്പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുസ്ലിം ലീഗ് പ്രതിനിധികൾക്ക് ജില്ലാ കമ്മിറ്റി കുറ്റിപ്പുറത്ത് നൽകിയ സംഗമത്തിലായിരുന്നു നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ല പച്ച ഉതച്ചപ്പോൾ ചിലയിടങ്ങളിൽ ചോദിക്കാനും പറയാനും പ്രതിപക്ഷം പോലുമില്ല. ജില്ലാ പഞ്ചായത്ത്, ചില ബ്ലോക്ക് പഞ്ചായത്തുകൾ, കുറച്ച് ഗ്രാമപഞ്ചായത്തുകൾ, എല്ലായിടത്തും മുസ്ലിം ലീഗ് മേധാവിത്വം. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെയും പെർഫോമൻസ് ഓഡിറ്റ് 6 മാസത്തിലൊരിക്കൽ നടത്തണം. പ്രതിപക്ഷമില്ലെങ്കിലും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം തിരഞ്ഞു കണ്ടെത്തണം. ജില്ലാ പഞ്ചായത്തിൽ ജനങ്ങളെല്ലാവരും കൂടി വോട്ട് ചെയ്തപ്പോൾ പ്രതിപക്ഷം ഔട്ടായി നന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ പ്രതിപക്ഷ ശബ്ദങ്ങളെ മാനിക്കാതിരിക്കരുത്. മാസിക രീതിയിലോ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇവാലുവേഷൻ നടത്തിക്കൊണ്ട് നിങ്ങളുടെ വീഴ്ചകൾ, അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതേക്കുറിച്ചൊക്കെ പ്രതിപക്ഷം പറയേണ്ട കാര്യങ്ങൾ എല്ലാ കമ്മിറ്റിയും പാർട്ടിയും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തും എന്നാണ് എനിക്ക് പറയുക. സ്വയം സംതൃപ്തിയിലേക്ക് വഴിതരുത്. അധികാരത്തിന്റെ അഹങ്കാരം ഭരണത്തെ തകർക്കും എന്ന മുന്നറിയിപ്പും സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നൽകി. പഞ്ചായത്ത്, ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിൽ സർപ്രൈസ് തീരുമാനങ്ങൾക്കും സാധ്യതയുണ്ട്. സമീർ ബിൻ കരീം, 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.